മലയാളത്തിന്റെ അതിരുകൾ കടന്നുള്ള പ്രകടനമാണ് യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഫഹദ് ഫാസിൽ കാഴ്ചവെക്കുന്നത്. വിക്രം, മാമന്നൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ഗംഭീര പ്രകടനമാണ്. തമിഴ് സിനിമയിലും സജീവ സാന്നിധ്യമാണ് ഫഹദ് ഫാസിൽ. സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനാകുന്ന വേട്ടയൻ എന്ന സിനിമയാണ് ഫഹദ് ഫാസിലിന്റേതായി ഒടുവിൽ തിയേറ്ററിൽ എത്താൻ പോകുന്ന തമിഴ് ചിത്രം. ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിന് ഫഹദിനെ കുറിച്ച് രജനികാന്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. വേട്ടയാൻ സിനിമയിലെ ഒരു എന്റർടൈനർ ക്യാരക്ടറാണ് ഫഹദ് ഫാസിലിനെ തീരുമാനിച്ചത്. ആർട്ടിസ്റ്റുകളെ തീരുമാനിച്ചതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ കഥാപാത്രം ചെയ്യുന്നത് ഫഹദ് ഫാസിലാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ കഥാപാത്രം ഫഹദ് ഫാസിൽ ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്നും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ആവശ്യം. ഈ കഥയ്ക്ക് അദ്ദേഹം ആവശ്യമാണെന്നും സിനിമയുടെ പിന്നണി പ്രവർത്തകർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ അധികം സിനിമകളൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളതാവട്ടെ വിക്രമും മാമന്നനുമാണ്. ഈ രണ്ടു സിനിമയിലും വളരെ സീരിയസ് വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളതും. ഈ സിനിമയിലാണെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് എന്റർടൈനറായ ഒരു ക്യാരക്ടറുമാണ്. ഇത് എങ്ങനെ ശരിയാകുമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. ഈ ആശങ്ക പങ്കുവച്ചപ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞത്, സാർ അയാളുടെ മലയാള പടങ്ങൾ കാണണം, സൂപ്പർ ആർട്ടിസ്റ്റ് ആണെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം എത്ര മികച്ച നടനാണെന്ന്. ഇതുപോലെ ഒരു നാച്ചുറൽ ആർട്ടിസ്റ്റിനെ കാണാൻ കഴിയില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല, രജനികാന്ത് പറഞ്ഞു. ഷോട്ടില്ലാത്ത സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോലും കിട്ടാറില്ല. ക്യാരവാനിൽ ഇരിക്കുന്നതൊന്നും കണ്ടിട്ടു പോലുമില്ല. എന്നാൽ ഷോട്ട് റെഡിയാകുന്നതോടെ എവിടുന്നെങ്കിലും ഓടിപ്പിടിച്ചെത്തും. പെട്ടെന്ന് തന്നെ ഷോട്ട് തീർത്തു പോവുകയും ചെയ്യും. അസാധ്യമായ അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. നിങ്ങൾ സിനിമ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അദ്ദേഹം ഒരു സൂപ്പർ ആർട്ടിസ്റ്റ് ആണ്, രജനികാന്ത് പറയുന്നു.